സപ്പോർട്ടിൽ റെസിസ്റ്റൻസിൽ ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കുറെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? എന്നാൽ ഇതിന്റെ ബേസിക് കാര്യങ്ങൾ പോലും പറഞ്ഞു തരുന്ന കണ്ടന്റ്സ് വളരെ കുറവായിരിക്കും. ഇന്ന് നമുക്ക് ഹൊറിസോണ്ടൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ പറ്റി വളരെ ലളിതമായി മനസ്സിലാക്കാം. ഹൊറിസോണ്ടൽ സപ്പോർട്ട് ലെവൽ എന്നാൽ താഴേക്ക് പോകുന്ന ഒരു പ്രൈസ് പർട്ടിക്കുലർ ലെവൽ അല്ലെങ്കിൽ സോണിൽ എത്തി അത് താഴേക്ക് പോകുന്നത് നിർത്തി മുകളിലേക്ക് പല പ്രാവശ്യം ബൗൺസ് ചെയ്ത ഏരിയയാണ്. ഇതിന്റെ നേരെ വിപരീതമാണ് റെസിസ്റ്റൻസ്. അതായത് മുകളിലേക്ക് പോകുന്ന ഒരു പ്രൈസ് പർട്ടിക്കുലർ ലെവൽ അല്ലെങ്കിൽ സോണിൽ എത്തി അത് മുകളിലേക്ക് പോകുന്നത് നിർത്തിയ ശേഷം മൾട്ടിപ്പിൾ ടൈംസ് താഴേക്ക് ബൗൺസ് ചെയ്ത ഏരിയയാണ്. സിമ്പിൾ ആയി മനസ്സിലായില്ലേ? ഇനി ആരോടും ചോദിച്ച് നടക്കണ്ട. എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് കമന്റ് ബോക്സിൽ കൊടുക്കാം. സപ്പോർട്ടും റെസിസ്റ്റൻസും ലൈനിന് പകരം റെക്ടാംഗിൾ സോണായി വരച്ച് മാർക്ക് ചെയ്യുന്നതാകും നല്ലത്. കാരണം പ്രൈസ് ഒരു പ്രത്യേക പോയിന്റിൽ തന്നെ ബൗൺസ് ചെയ്യണമെന്നില്ല. പ്യുവർ പ്രൈസ് ആക്ഷൻ ഡിപെൻഡ് ചെയ്തും എല്ലാവർക്കും വിസിബിൾ ആകുന്നതും എല്ലാ ടൈം ഫ്രെയിമിലും വർക്ക് ആകുന്നത് കൊണ്ട് റീറ്റെയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് കൂടുതലായും സോൺ മാർക്ക് ചെയ്താണ് ട്രേഡ് എൻട്രി എക്സിറ്റ് എടുക്കാറുള്ളത്. സപ്പോർട്ട് ലെവലിൽ ബുള്ളിഷ് ക്യാൻഡിലും സ്ട്രോങ് വോളിയം വന്നാൽ പോസിറ്റീവായി കാണണം. റെസിസ്റ്റൻസിൽ റിജക്ഷൻ ക്യാൻഡിൽ വരുമ്പോൾ ബെയറിഷ് സാധ്യത മനസ്സിലാക്കണം. വരും ദിവസങ്ങളിൽ കൂടുതലായി സപ്പോർട്ട് റെസിസ്റ്റൻസ് സോണുകളെ കുറിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാം. താങ്ക്